സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ആദ്യം ചേരുന്നുണ്ട്. ബിനോയ്, സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലുള്ള മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് എന്താണ് സ്ഥിതി? ലബീഷ്, തലസ്ഥാനത്തും ശക്തമായ മഴയാണ്. ഇപ്പോൾ മഴ അല്പം കുറവുണ്ടെങ്കിലും ആകാശം മേഘാവൃതമാണ്. ഒപ്പം ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരമേഖലയാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് കടൽ തീരത്താണ്. ശക്തമായ കാറ്റുണ്ട്. ഏകദേശം 40 മുതൽ 45 കിലോമീറ്ററിലധികം വേഗത്തിലാണ് ഇപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് നിയന്ത്രണങ്ങളുണ്ട്. യാതൊരു കാരണവശാലും അടുത്ത 3 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള താക്കീതാണ് അല്ലെങ്കിൽ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേരള തീരം മുഴുവൻ ഇത്തരത്തിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കാണാം, കടൽ തന്നെ വളരെ ശക്തമായ തിരമാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വളരെ വേഗതയുള്ള കാറ്റുമുണ്ട്. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള തീരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോഴും മഴ തുടരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലെ അല്ലെങ്കിൽ തെക്കൻ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. മലയോര മേഖലകളിലാണ് കനത്ത മഴയുള്ളത്. പത്തനംതിട്ട, കോട്ടയം ജില്ലയുടെ മലയോര മേഖലകൾ, ഒപ്പം ആലപ്പുഴ ജില്ലയിലും അത് തന്നെ കടൽ ക്ഷോഭിച്ച അവസ്ഥയിലാണ്. പത്തനംതിട്ട ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലെയും കൊല്ലം ജില്ലയിലെയും മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ണിടിയുവാനും മരങ്ങൾ കടപുഴകി വീഴാനുമുള്ള സാധ്യത കണക്കിലെടുത്താണ് അത്തരത്തിലുള്ളൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം തന്നെ കടലിൽ ഇറങ്ങിയുള്ള വിനോദ പരിപാടികൾ, പ്രത്യേകിച്ചും തിരയിൽ ഇറങ്ങുന്നതിനൊക്കെ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ശംഖുമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അവധിക്കാലം കൂടെ ആയതുകൊണ്ട് നിരവധി പേരാണ് കടൽ കാണാൻ എത്തുന്നത്. അത്തരത്തിൽ ആരെയും തന്നെ കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കനത്ത കാറ്റും മഴയും അടുത്ത 2 ദിവസം കൂടി തുടരും എന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രവുമല്ല, ശക്തമായ മഴ ഇനിയും തുടരും. ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മൺസൂൺ നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ മുമ്പേ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മെയ് 31 തന്നെ മൺസൂൺ എത്തുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അതിന് മുമ്പ് തന്നെ മൺസൂൺ മഴ എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലെ ശക്തമായ കാറ്റും മഴയ്ക്കുമുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പ്രധാനപ്പെട്ട നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. പമ്പയാറ്, അച്ചൻകോവിൽ, മണിമല, മീനച്ചിൽ ആറുകളിലും തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എങ്കിൽ പോലും അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം തന്നെ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ അപകടകരമായ നിലയിൽ നദിയിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ കണക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ഏകദേശം 609 ഹെക്ടർ പ്രദേശത്തെ കൃഷി നശിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രവുമല്ല 11 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നും പറയുന്നു. കൊല്ലത്ത് കാര്യമായ രീതിയിൽ കൃഷിനാശം ഉണ്ടായിട്ടില്ല. എന്നാൽ കൃഷിനാശം കൂടുതൽ പത്തനംതിട്ടയും കോട്ടയം ജില്ലകളിലുമാണ് ഉണ്ടായിട്ടുള്ളത്. ലബീഷ്. ശരി ബിനോയ്.